ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറുകയാണ്. ഏതൊരു നിമിഷവും പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്, ആം ആദ്മി പാർട്ടി എപ്പോഴും ആവർത്തിച്ചിരുന്ന കാര്യവുമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം എന്നുള്ളത്. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് കൂടി സംരക്ഷണമില്ല എന്നത് ഉറപ്പായതോടെ ഇ ഡി ആ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അനുജ, അതിനാടകീയമായ നീക്കങ്ങളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് സമീപം ഇന്ന് വൈകിട്ട് 6:45 നടന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 12-അംഗ സംഘം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി. നോർത്ത് DCPയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം പോലീസ് തന്നെയാണ് ഇവിടെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിക്ക് പുറത്ത് സംരക്ഷണം ഒരുക്കിയത്. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോഴുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് പിൻ ഗേറ്റിൽ. ഇവിടെ തന്നെ ഏതാണ്ട് 100-ലേറെ പോലീസുകാർ ഈ പരിസരത്ത് വിന്യസിച്ചിരിക്കുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് കെജ്രിവാളിനെ വീട് പരിശോധിക്കാനുള്ള ഉത്തരവ് അദ്ദേഹത്തിന്റെ വസതിയിലെ ജീവനക്കാരെ കാണിക്കുകയും ED സംഘം അകത്ത് പ്രവേശിക്കുകയും ചെയ്തത്. ഒരു സംഘം റെയ്ഡ് നടത്തിയ ഘട്ടത്തിൽ തന്നെ ഒപ്പമുണ്ടായിരുന്ന ജോയിന്റ് ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തു. ഇതിനൊടുവിലാണ് ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നാൽ ED സംഘം വസതിയിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ കെജ്രിവാളിന്റെ നിയമ വിദഗ്ധ സംഘം, അഭിഭാഷകർ അടക്കമുള്ളവർ തുടർ നടപടികൾ ആരംഭിച്ചിരുന്നു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ഒടുവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഏതാണ്ട് അരമണിക്കൂർ മുമ്പായി ഹർജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്നുള്ളതാണ്. അതായത് ഇന്ന് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിനെ സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയിരുന്നു. ഇതിനെതിരായാണ് ഈ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി തന്നെ പരിഗണിക്കണം എന്ന ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം പരിഗണിച്ചേക്കില്ല എന്ന് തന്നെയാണ് സൂചന. നാളെ ആയിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ അതിനിടെ തന്നെ കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യം വെച്ചാണ് ഈ കേസ് എന്ന ആരോപണം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ED പുറത്തുവിട്ട വിവരങ്ങളിൽ തന്നെ കൃത്യമായും ആം ആദ്മി പാർട്ടിയുടെ ഉന്നതർക്ക് ഈ കേസുമായി അല്ലെങ്കിൽ ഈ അഴിമതിയുമായി ബന്ധമുണ്ട് എന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലാണ് ഈ ഇടപാടിലെ അല്ലെങ്കിൽ മദ്യനയ രൂപീകരണത്തിന്റെ അഴിമതി സംബന്ധിച്ചുള്ള അവസാന കൂടിയാലോചനകൾ നടന്നത് എന്നും ED കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതോടെ തന്നെ കേസ് കെജ്രിവാളിലേക്ക് നീളും എന്ന് ഉറപ്പായിരുന്നു. കെജ്രിവാളിനെ ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 9 സമൻസുകളാണ് ED നൽകിയത്. എന്നാൽ ഈ സമൻസുകൾ ഓരോന്നായി കെജ്രിവാൾ അവഗണിക്കുകയും EDയുടെ സമൻസിന് മറുപടി കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കോടതിയെ സമീപിക്കുന്ന നടപടിയും ഉണ്ടായത്. ഇന്ന് കെജ്രിവാളിന്റെ ഈ സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പുതിയ ഹർജിയിൽ എന്ത് തെളിവുകളാണ് കെജ്രിവാളിനെതിരെ ഉള്ളത് എന്ന് സമർപ്പിക്കാൻ കോടതിയെ അറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ തനിക്ക് എന്താണ് ഇതിലുള്ള പങ്ക് എന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വ്യക്തതയും ED വരുത്തുന്നില്ല എന്നും കേസിലെ പ്രതിയായാണോ സാക്ഷിയായാണോ തന്നെ ചോദ്യം ചെയ്യുന്നത് എന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല എന്നുമാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചത്. തുടർന്നാണ് ഇതിൽ എന്ത് തെളിവാണ് കെജ്രിവാളിനെതിരെ ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയത്. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് കെജ്രിവാളിന്റെ വസതിയിൽ റെയ്ഡിനായി ED സംഘം എത്തുന്നതും കെജ്രിവാളിനെ ചോദ്യം ചെയ്യൽ നടത്തുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ED പിടിച്ചെടുത്തതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. 5 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും ED പിടിച്ചെടുത്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തത്. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയതിന് പിന്നാലെ मोदी डरा हुआ है, किस प्रकार से मोदी ने देश को कब्जा में कर लिया है। सुप्रीम कोर्ट एक चारा रह गया है, सुप्रीम कोर्ट को आगे आना पड़ेगा, देश को बचाना पड़ेगा, डेमोक्रेसी को बचाना पड़ेगा, संविधान को बचाना पड़ेगा। कार्यकर्ता जो सड़क पर बैठे हुए यहाँ पर विरोध प्रदर्शन यहाँ पर सड़क पर बैठ कर, अरे भाई पूरा देश को
ആം ആദ്മി പാർട്ടി നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ऐसे कोई इलेक्शन होता है? പ്രവർത്തകരുടെ വലിയ इलेक्शन कमीशन പ്രതിഷേധം ऑफ അവിടെ इंडिया को അരങ്ങേറുകയും ढूंढ मरना ചെയ്യുന്നുണ്ട്. चाहिए। വസതിക്ക് മുന്നിൽ इस നേരത്തെ प्रकार से ED, ഒട്ടേറെ CBI का പ്രതിഷേധകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം സുരക്ഷാ വിന്യാസം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വസതിക്ക് മുന്നിൽ ഏത് നിമിഷവും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്.